Hi friends, welcome to our first video. We are going to explore the Niagara Falls in winter. മുമ്പിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് നമ്മുടെ സ്റ്റേസ്. ദിസ് ഇസ് ഹിൽട്ടൺ നയാഗ്ര ഫാൾസ്. ഈ ഹോട്ടൽ ടോട്ടൽ 1100 റൂംസ് ഉണ്ട്. 53 ഫ്ലോർസ് ആണ് ടോട്ടൽ ഉള്ളത്. ഹിൽട്ടൺ 1.18 മില്യൺ വേൾഡ് വൈഡ് റൂംസ് ആണ് ഈ ഹോട്ടൽ കമ്പനിക്ക് ലോകം മൊത്തം ഉള്ളത്. ഓക്കെ, നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് റൈറ്റ് റൂമിലേക്ക് പോകാം. ഓക്കെ, ഓൾറെഡി ബുക്ക് ചെയ്തേക്കുന്നത് 1 കിങ് ബെഡ് വിത്ത് ജെറ്റഡ് ടബ് ആൻഡ് US ഫോൾസ് ആൻഡ് കനേഡിയൻ ഫോൾസ് വ്യൂ ഉള്ള റൂമാണ്. സോ വി ആർ ഗോയിങ് ടു ചെക്ക് ഇൻ. എത്രാമത്തെ ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടാൻ പോകണമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 40ാമത്തെ ഫ്ലോർ 40th ഫ്ലോറിലാട്ടോ നമുക്ക് റൂം കിട്ടിയേക്കുന്നത്. ഇറ്റ്സ് എ പ്രീമിയം റൂം. Let's check it out. ഇപ്പോൾ നമ്മൾ 40th ഫ്ലോറിലെത്തി. ഇതാണ് നമ്മുടെ സിറ്റി വ്യൂ. ഈ സൈഡിലുള്ള റൂംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സിറ്റി വ്യൂ ആണ്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ബട്ട് വി ഹാവ് ദ ഫോൾസ് വ്യൂ റൂം. This is really nice room. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റൂം. ജെറ്റ് ടബും വലിയ കിങ് ബെഡ്, ഒരു സോഫ ചെയറും ഒരു ഓഫീസ് ടേബിൾ ചെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോഫി മേക്കറും ഉണ്ട്. സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ വ്യൂ കാണണ്ടേ റൂമിൽ നിന്നുള്ളത്. അടിപൊളി. ആ സ്നോ കൂടി ഉള്ളതുകൊണ്ട്, ആ വൈറ്റ് കളർ കൂടി ഉള്ളപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല രസം. ലെഫ്റ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ,
അതാണ് സ്കൈലോൺ ടവർ. ഇറ്റ് ഈസ് 775 ഫീറ്റ് എബോവ് ഫ്രം ദ ഫോൾസ്. അതുപോലെ തന്നെ ഇത് സൈലൻ്റ് ആയിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും എവ്രി അവർ. ഇറ്റ്സ് എ വേൾഡ് ഫേമസ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ഇറ്റ്സ് എ കസീനോ നയാഗ്ര. ഇത് വേൾഡ് ക്ലാസ് കസീനോയാണ്. ഇറ്റ്സ് ഹാവിങ് ഓവർ 3,300 സ്ലോട്ട് മെഷീൻസ് ആൻഡ് 130 ഗെയിമിംഗ് ടേബിൾസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ടോട്ടൽ വ്യൂ. പിന്നെ റൂമിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ ഇപ്പം മൊത്തം കണ്ടു. ഇനി ജസ്റ്റ് ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ് ആൻഡ് ജസ്റ്റ് വാക്ക്, എക്സ്പ്ലോർ നയാഗ്ര ഫാൾസ്. ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 1 degree Celsius and wind is 6 km/h. 4:47 PM is the sunset. Now the time is almost 4:20 PM. So let's go. നയാഗ്ര ഫാൾസിൽ 3 ഫാൾസാണുള്ളത്. അമേരിക്കൻ ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ് ആൻഡ് ഹോഴ്സ് ഫാൾസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രൈഡൽ വെയിൽ ഫാൾസിൻ്റെ അമേരിക്കൻ ഫാൾസിൻ്റെ മുമ്പിലാട്ടോ. റൈറ്റ് സൈഡിൽ അമേരിക്കൻ ഫാൾസ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണുന്നൊരു ചെറിയ ഫാൾസ് ശ്രദ്ധിച്ച് നോക്കി കാണാം. അതാണ് ബ്രൈഡൽ വെയിൽ ഫാൾസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കനേഡിയൻ ഫാൾസ് ഹോഴ്സ് ഫാൾസിലേക്ക് നടക്കാം. Just walk. ആ കല്ലുകൾ കൊണ്ടുള്ള കൈവരി പോലത്തെ അത് കണ്ടോ, അതിപ്പോൾ യാതൊരു ഐസും ഇല്ല, ഒന്നുമില്ല, നീറ്റായിട്ടേക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫാൾസിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അത് കണ്ടോ ഫുള്ള് ഐസായിട്ട് സീനായി. ഇനി ആ ഫാൾസിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇനി റിയൽ സൗണ്ടായിരിക്കും. ആ ഫാൾസിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ വിൻഡ്, പിന്നെ ആ ഫാളിൻ്റെ വാട്ടർ വീഴുന്നത് കൊണ്ട് എപ്പോഴും അവിടെ മിസ്റ്റായിരിക്കും ഈ ഹോഴ്സ് ഫാൾസിൻ്റെ അടുത്ത്. അതുകൊണ്ട് ക്യാമറ ഇത്തിരി പാടായിരുന്നു, എപ്പോഴും തുടയ്ക്കുകയും പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. സോ ജസ്റ്റ് എൻജോയ് ദാറ്റ്, ജസ്റ്റ് ഫീൽ ഇറ്റ്.
കാണുന്നതാണ് ടേബിൾ റോക്ക് സെൻറ്റർ, ജസ്റ്റ് ക്ലോസർ ടു ദ ഹോർഷൂ ഫോൾസ്. ഇതിൻ്റെ അകത്ത് ഡൈനിങ് റെസ്റ്റോറൻറ്റും പിന്നെ കുറച്ച് സ്റ്റോഴ്സും പിന്നെ അതർ അട്രാക്ഷൻസിൻ്റെ ഒക്കെ ടിക്കറ്റ് സെൻറ്ററും ആണ്. നമുക്കൊരു കയറി ചായ കുടിക്കാൻ കൈയൊക്കെ ആയപ്പാടെ ഫ്രീസായി. അതിന് മുമ്പ് നമുക്കൊന്ന് ഫാൾസിൻ്റെ അടുത്ത് ഒന്നുകൂടി പോയി നിന്ന് കുറച്ചും കൂടി ഫ്രീസായിട്ട് അകത്തേറി ചായ കുടിക്കാം. അപ്പോൾ വേറൊരു ഫീലിംഗ്. ഇപ്പം നമ്മുടെ ടീ ടൈമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഫൺ ടൈമാണ്. കുറച്ച് നേരം നമുക്ക് മഞ്ഞിൽ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് ഷോയ്ക്ക് പോവാം. ഓക്കെ. ശരിക്കും ഈ തണുപ്പ് കാരണം മരങ്ങളെല്ലാം ഐസ് പിടിച്ച് നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ ശരിക്കും. ഈ നേച്ചറിൻ്റെയൊക്കെ ഒരു മാജിക് ഇല്ലേ, മാജിക് ഓഫ് നേച്ചർ, അതാണ് അതാണ്. കാര്യം ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചാൽ എന്താണെന്നറിയാമോ, ഇവിടെ കൂടുതലും അമ്മമാരും കിഡ്സായിട്ട് വന്നേക്കുന്നത്. ഒത്തിരി പേര് വന്നേക്കുന്നത് അമ്മമാരും കിഡ്സായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ തണുപ്പത്ത് ആരും പുറത്തിറങ്ങി നടക്കും, ആരും കൊച്ചു പിള്ളേരും കൂട്ടി അമ്മമാരാണ് വന്നേക്കുന്നത്. എന്താ അല്ലേ?
അപ്പം നമ്മൾ ഫാൾസിൻ്റെ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് പോവാട്ടോ. അതിനു മുമ്പ് നമ്മുടെ ഫാൾസിൻ്റെ ഫീല് ഒന്നുകൂടി ഒന്ന് ഹഗ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ബൈ ബൈ പറയാം. ഓക്കെ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അമേരിക്കൻ ഫാൾസും ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഹോഴ്സ് ഷൂ ഫാൾസും ലൈറ്റിൽ നല്ല ലുക്കായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ മേഖലയിൽ നിന്ന് ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് എപ്പോഴും പല കളറിൽ ഇങ്ങനെ മാറി വരും. അതേപോലെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ഡേയ്സ്, ഇപ്പോൾ കാനഡ ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഫ്ലാഗിൻ്റെ കളറിൽ വരും. പിന്നെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളറിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ സൂപ്പറായിട്ട് അവർ ചെയ്യും. എന്തൊരു ഇവൻറ്റ് വന്നാലും കാനഡ ഡേക്കൊക്കെ പക്ക സോ സ്പെഷ്യൽ ലൈറ്റിംഗ് ആയിരിക്കും. വിത്ത് ഫയർ വർക്ക്സ് കൂടി ഇതിൻ്റെ മേളിലായിരിക്കും വേണ്ടല്ലോ. ഓ മൈ ഗോഡ്. നമ്മൾ തിരിച്ച് നടന്ന് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. ഇനി നമുക്ക് കാർ എടുത്തിട്ട് ഇവിടെ ഡഫറിൻ ഐലൻഡിൽ പോകണം. അത് ഓൾമോസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഈ നയാഗ്ര ഫാൾസിൻ്റെ തൊട്ടടുത്താണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ആണ്. അവിടെ വിൻ്റർ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 50 ട്രീസോളം ലൈറ്റ് കൊണ്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കനേഡിയൻ വൈൽഡ് ലൈഫ് ഡിസ്പ്ലേസ് ആണ് അവിടെ കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്.
നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് കോഫി ഇട്ടിട്ട് ഈ വ്യൂവും കണ്ടുകൊണ്ട് ഇവിടെ അടുത്തിരിക്കുമ്പോഴല്ലോ ഇന്നലത്തെ ടോട്ടൽ നമ്മുടെ വാക്കും മെമ്മറീസും ഒക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ടൊന്ന് തിങ്ക് ചെയ്യുമ്പോണ്ടല്ലോ ഒറ്റ കാര്യം, സ്വർഗമാണ് നയാഗ്ര ഫോൾസ്, സ്വർഗം. So I hope you guys really like this video, and if you like it, please subscribe our channel. We're gonna go for more walks together, and signing off, Nikhil Banks.